എന്തൊരു കഷ്ടമാണ്. ഇറക്കി വിട്ടാലും പോകൂലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? വലിഞ്ഞു കയറി വരാൻ ഓരോ കാരണം കണ്ടുപിടിക്കാമ്മ. അകത്തിട്ട് കത്തിച്ചാൽ ഇവരൊക്കെ ഒഴിഞ്ഞു പോകുന്ന തോന്നുന്നു. ഇതൊക്കെ കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ? നീ എന്താ മിണ്ടാണ്ടിരിക്കണ? അമ്മ, ഞാനിപ്പോ ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണെന്ന് വിചാരിക്കാം. മാളുവിൻ്റെ മുമ്പിൽ എനിക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് അടി. ഇപ്പൊ ഞാൻ മിണ്ടാതിരുന്ന മാളുവിന് എന്നോട് ദേഷ്യം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ മാളു മൊത്തത്തിൽ ആവണിയുടെ സൈഡിലോട്ട് പോകും. അത് എനിക്ക് തന്നെ ആയിരിക്കും ദോഷം ചെയ്യാം. തൽക്കാലം അവളിവിടെ നിൽക്കട്ടെ. കേസ് വിളിച്ചല്ലോ. ഇനിയിപ്പോ എത്ര ദിവസം വെച്ചാ? എന്താ ഏട്ടനൊരു സോഫ്റ്റ് കോർണർ? സോഫ്റ്റ് കോർണർ ഒന്നും അല്ല അഞ്ചു. ഈ സമയത്താണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത്. അവളിവിടെ നിൽക്കട്ടെ. എന്നാലല്ലേ നിനക്ക് അവളെ പന്ത് തട്ടുന്ന പോലെ തട്ടാൻ പറ്റുള്ളൂ. ഏട്ടൻ പറഞ്ഞത് ശരിയാ അമ്മ. അവരിവിടെ ഉണ്ടെങ്കിലല്ലേ ഇടയ്ക്കിടെ കുത്തി കുത്തി വേദനിപ്പിക്കാൻ പറ്റൂ. ഇതൊക്കെ ഒരു രസല്ലേ? അമ്മമ്മ ഇത്ര മാസമായിട്ടൊക്കെ സംസാരിക്കുമോ? എന്ത് മാസ്? സ്വന്തം മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോ ആരാളും ഇങ്ങനെ പ്രതികരിച്ചു പോകും. അമ്മ ഇനി പോവരുത് കേട്ടോ. അമ്മ ഇനിയും പോകില്ല. അമ്മമ്മ തരുന്ന വാക്ക പോരെ. അത് മതി. അവണി, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോടും ഈ അമ്മയോടും വഴക്കൊന്നും ഉണ്ടാക്കാൻ പറ്റരുത്. നമ്മൾ തമ്മിൽ വഴക്കാണെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പം ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു.